ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അമ്മുവിൻ്റെ വെഡ്ഡിങ് വ്ളോഗാണ് കേട്ടോ. വെഡ്ഡിങ് വ്ളോഗല്ല, നമ്മുടെ വെഡ്ഡിങ്ങിന് തലേ ദിവസത്തെ ഒരു കുറച്ച് വിശേഷങ്ങളൊക്കെ ചേർത്തൊരു കുഞ്ഞു വീഡിയോ ആണ്. രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ പാർലറിൽ പോയിട്ടുണ്ടായിരുന്നു. കാരണം മേക്കപ്പൊക്കെ ഇട്ട് റെഡി ആവണമല്ലോ. 3 മണിക്കൂറിന് തിരിച്ച് വീട്ടിലും വരേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനും ചെറുതായിട്ടൊന്ന് മേക്കപ്പൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവളുടെ ഡ്രസ്സായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഒരു ഓറഞ്ചും ഒരു ഗ്രീനും കോമ്പിനേഷനായിരുന്നു. അടിപൊളി, ഭയങ്കരമായിട്ടൊക്കെ സ്യൂട്ട് ആവുന്നുണ്ടായിരുന്നു. ആ ഡ്രസ്സൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ചെയ്ത് നിന്നപ്പോഴത്തേക്ക് കാണാൻ അടിപൊളിയായതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവളുടെ വെഡ്ഡിങ് ലുക്കും റിസപ്ഷൻ ലുക്കും എല്ലാം ചെയ്ത് നമ്മുടെ ഭരണിക്കാവിലെ അറോറ ബ്യൂട്ടി പാർലറിലായിരുന്നു കേട്ടോ. ഇതെൻ്റെ ഷോർട്സിലൊക്കെ ഞാൻ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ട് ആൻറ്റി അവളെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ ഈ കല്യാണത്തിൻ്റെ റിസപ്ഷനും കല്യാണത്തിൻ്റെയൊക്കെ ഹെയർ സ്റ്റൈലെല്ലാം നേരത്തെ തന്നെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അവളാണെങ്കിൽ ഒരുങ്ങിയതൊക്കെ കൊള്ളാവോ, ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചെയ്യണമെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ എല്ലാം ഓക്കെ ആയിരുന്നു. എല്ലാം അടിപൊളിയായിട്ട് അവൾക്ക് സ്യൂട്ടാവുന്ന രീതിയിൽ തന്നെയായിരുന്നു നമ്മുടെ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മളൊരു ഫോട്ടോഷൂട്ട് സെക്ഷൻ ഉണ്ടായിരുന്നു. വൈകിട്ട് നേരെ അങ്ങോട്ടേക്കാണ് പോയത്. അങ്ങനെ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ക്യാമറ ചേട്ടന്മാർ അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ പറയുന്ന രീതിയിലൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെയും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞാനും അനന്തചേട്ടനായിരുന്നു കേട്ടോ അവളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അവിടെ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല റഷായി പോയി. അതുകൊണ്ട് എനിക്ക് വൈകിട്ടത്തെ വിഷ്വൽസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് വ്ളോഗായിട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം ആൾക്കാർ വരുന്ന സമയത്ത് നമ്മൾ വ്ളോഗും അല്ലെങ്കിൽ ഫോണും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അത്ര ശരിയല്ലല്ലോ. അതുകൊണ്ട് ശരിയല്ലല്ലോ എന്നുള്ളതിലുപരി എനിക്കതിനുള്ള സമയം കിട്ടിയില്ല. കാരണം വരുന്ന ആൾക്കാരോടൊക്കെ സംസാരിക്കാനും ഒക്കെ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനകത്തൊക്കെ ഞാൻ കുറേ ബിസി ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് ആ വിഷ്വൽസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ കുറച്ച് ഡാൻസ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പെട്ടെന്ന് പഠിച്ചാണ് കേട്ടോ. ഒരു 3-4 ദിവസം കൊണ്ട് പെട്ടെന്ന് പഠിച്ച ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കല്യാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ വൈകിട്ടത്തെ തിരക്കുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഓഡിറ്റോറിയത്തിലേക്ക് പോയി കേട്ടോ. കാരണം നമ്മുടെ സ്റ്റേജ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. അവിടെ ചെന്നപ്പോൾ എല്ലാം സെറ്റായിരുന്നു. അടിപൊളിയായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാം അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കല്യാണത്തിന് തലേന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ബൈ.